നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക തട്ടിപ്പിലും മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് മേൽ ഇടുത്തിയായി യുവതീ പ്രവേശനത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയുടെ തീരുമാനം. അതായത് ഒരിക്കൽ കൈ പൊള്ളിയ വിധി അടുത്ത ജനവിധി അടുത്തിരിക്കെ സർക്കാരിനെയും LDFിനെയും കൊണ്ടുചെന്നെത്തിച്ചത് നിലയില്ലാ കയത്തിലാണ്. 2019 ലോക്സഭാ തോൽവിക്ക് ശേഷം എടുത്ത ഇരട്ടത്താപ്പ് നിലപാട് തുടർന്നുകൊണ്ട് പോകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഉടൻ നിലപാട് അറിയിക്കേണ്ടി വരുന്നത്. ഏത് നിലപാടെടുത്താലും കള്ളത്തരം പുറത്തു വരുമെന്ന് ഉറപ്പാണ്. എങ്ങും തൊടാതെയുള്ള നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. അതായത് ഞങ്ങൾ ആചാരത്തിനൊപ്പം, അതേസമയം അതേ ഞങ്ങൾ നവോത്ഥാനത്തിനൊപ്പം, ഞങ്ങൾ വിശ്വാസത്തിനൊപ്പം, അതേ ഞങ്ങൾ സാമൂഹ്യ പരിഷ്കരണത്തിനൊപ്പം. ഇതായിരിക്കും സർക്കാർ നിലപാട്. ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സർക്കാർ തിരുത്തണം, അഫിഡവിറ്റ് തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. അത് ഈ ഗോവിന്ദന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കല്ലേ പറഞ്ഞ, മലയാളത്തിലല്ലേ പറഞ്ഞത്. നീ വേറെ വല്ല ഭാഷയിലും പറഞ്ഞാലേ മനസ്സിലാവുള്ള. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നലെ തിരുത്തണം. ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുകയാണ്, അഴകുഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം, ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകാമെന്ന ഇടത് സർക്കാരിന്റെ നിലപാട് കൂടി അംഗീകരിച്ചാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് 2018 ഐതിഹാസികമായ വിധി പുറപ്പെടുവിച്ചത്. അയ്യപ്പ വിശ്വാസികൾ എതിരായതോടെ UDFും BJPയും അവർക്കൊപ്പം കൂടി പ്രതിഷേധം നടത്തിയെങ്കിലും സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടായിരുന്നു LDFന്. അതാരും മറന്നിട്ടില്ല. ബലം പ്രയോഗിച്ച് യുവതികളെ മല ചവിട്ടിച്ച് നവോത്ഥാനം നടപ്പാക്കിയെന്ന പ്രഖ്യാപനവും ഉണ്ടായി. നവോത്ഥാന സംഘടനകളുടെ പിന്തുണയും സർക്കാരിനുണ്ടായിരുന്നു. റിവ്യൂ ഹർജി വന്നപ്പോഴും സർക്കാർ നിലപാട് മാറ്റിയില്ല. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയോടെ ശബരിമലയിൽ നിർബന്ധ ബുദ്ധി സർക്കാർ ഉപേക്ഷിച്ചു, പരസ്യമായി പറഞ്ഞില്ലെങ്കിലും. സുപ്രീം കോടതി റിവ്യൂ ഹർജികൾ പരിഗണനയ്ക്ക് വന്നതും അനിശ്ചിതമായി നീണ്ടത് LDFന് ഗുണമാവുകയായിരുന്നു. നിലപാട് മാറിയോ എന്നതിന് ഉത്തരം പറയേണ്ട സാഹചര്യം പലതവണ വന്നപ്പോഴും സുപ്രീം കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞൊഴിഞ്ഞു. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക് മുന്നിൽ ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ആർജവം കാട്ടിയെന്ന് മേനി നടിച്ചു. എതിർക്കുന്നവരോട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആണല്ലോ എന്ന് പറഞ്ഞൊഴിഞ്ഞു. ഇപ്പോൾ ആ സമയം കടന്നുപോയിരിക്കുകയാണ്. ഇനി സർക്കാർ നിലപാട് പറഞ്ഞേ തീരൂ. പുനഃപരിശോധനാ ഹർജിക്കാരുടെയും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെയും വാദം ഏപ്രിൽ 7 മുതൽ 9 വരെ സുപ്രീം കോടതി കേൾക്കും. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 14 മുതൽ 16 വരെയാണ് കേൾക്കുക. ഒന്നാം കക്ഷിയായ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാർച്ച് 14 മുൻപ് സുപ്രീം കോടതിയെ അറിയിക്കണം. എന്ത് നിലപാട് സർക്കാർ എടുക്കും? യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്തുമോ? ഇതാണ് അറിയേണ്ടത്. ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അല്ല, ഞങ്ങൾ അത് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാം. കേന്ദ്ര സർക്കാർ ഇപ്പോഴല്ലേ വന്നേ. അതൊന്നും ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം എനിക്ക് ഈ പ്രശ്നമുള്ളൂ. ഞാൻ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒന്നും ഞാൻ ഇതുമായി കൂട്ടിക്കലർത്തുന്നില്ല. സർക്കാരിന് പ്രതീക്ഷയുണ്ടോയെന്ന് വെച്ചാൽ നടപ്പാണ്ടേ, നടപ്പാക്കാതെ പറയാനൊക്കുമോ? അതിൽ നടപ്പായാലും നടപ്പായില്ലേലും ഞങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല. VS സർക്കാർ 2007 സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം
അതിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നാണ്. അതിനെ അനുകൂലിക്കുന്നോ അതോ 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം യുവതീ പ്രവേശനത്തെ എതിർത്തത് അതാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? സ്ത്രീ പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് സർക്കാർ തിരുത്തണ്ടേന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടവർ തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ അതുകൊണ്ട് തിരുത്തിയതിൻ്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. അത് നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിൻ്റെതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിനൊരു പ്രഷറോ പിന്നെ ഗവൺമെൻറ് കാണിച്ചില്ല. അത് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അവിടെ ചർച്ചാ വിഷയമല്ല. നവോത്ഥാനത്തെ പറ്റിയുള്ള ചർച്ച ചെയ്യാനല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാട് കയറാൻ നോക്കണ്ട. നമ്മൾ എന്നോട് വിളിച്ചത് ശബരിമല കാര്യം പറയാനാണ്. നവോത്ഥാനം കയറി നിങ്ങൾ പല ഉത്ഥാനത്തിലേക്ക് പോകും. ആ വിഷയത്തിലൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അത് സർക്കാർ തീരുമാനിച്ചോളൂ. ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ കക്ഷി ചേരാനായിട്ട് പോയിട്ട്, പക്ഷേ ഈ ആശയം വെച്ചുകൊണ്ട് കക്ഷി ചേരുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവിടെ. പിന്നെ ഞങ്ങൾ കക്ഷി ചേരേണ്ട കാര്യമില്ലല്ലോ. 2016 നവംബറിൽ ഒന്നാം പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി സ്ത്രീ പുരുഷ വിവേചനം ശബരിമലയിൽ ഉണ്ടാവരുത് എന്നാണ്. അതാണ് ഇപ്പോഴും സുപ്രീം കോടതിയിലെ സർക്കാരിന്റെ നിലപാട്. അത് മാറിയെങ്കിൽ അത് പറയണം, ഇല്ലെങ്കിൽ ഉറച്ചു നിൽക്കണം. ശബരിമലയിൽ ഒരു തവണ കൈ പൊള്ളിയതിനാൽ 2 വള്ളത്തിലും കാലുവെക്കാനുള്ള ഉപായവും സർക്കാർ തേടും. റിവ്യൂവിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ഭരണഘടനാപരമായി തന്നെ വ്യാഖ്യാനിക്കേണ്ട 7 പ്രശ്നങ്ങൾ അന്ന് സുപ്രീം കോടതി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ഭാഗത്തായിരിക്കും വാദമുഖങ്ങൾ വരിക. വിശ്വാസത്തിന്റെ മൗലികാവകാശവും തുല്യതയുടെ മൗലികാവകാശവും എങ്ങനെ വ്യാഖ്യാനിക്കാം. അതേപോലെ തന്നെ 25ഉം 26ഉം തമ്മിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് പ്രധാനം. പിന്നെ PLIകൾക്ക് ഈ പൊതു താൽപര്യ ഹർജികൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രസക്തിയുണ്ടോ, ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഏതിനാണ്, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്. പെട്ടെന്ന് ഇന്നലെ ചോദിച്ചപ്പോഴും നിങ്ങളെല്ലാവരും മറന്നുപോയെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നേരെ ഇതിനകത്ത് യെസ് ഓർ നോ ഇതിൽ ഗവൺമെന്റ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. ആ ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുടെ ഇങ്ങനെ ശ്രദ്ധയിലുണ്ടാവും 7 ഭാഗങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭാഗം എടുത്തപ്പോൾ അവർ തന്നെയാണ് ഇതിന്റെ റെഫർ ചെയ്യാൻ തീരുമാനിച്ചു. യെസ് ഓർ നോ ഇപ്പോൾ പറയേണ്ടതില്ല. മന്ത്രി P. രാജീവിന്റെ വാക്കുകളിൽ എല്ലാമുണ്ട്. സുപ്രീം കോടതിയാണ് വിധി പറഞ്ഞത്. അതേ കോടതി മറ്റു വിഷയങ്ങളിലേക്കും ഇപ്പോൾ കടക്കുന്നു. അതും കോടതി തീരുമാനിക്കട്ടെ. സർക്കാർ ഒരേ സമയം വിശ്വാസത്തിനും ആചാരത്തിനും ഒപ്പം, അതേസമയം സാമൂഹ്യ പരിഷ്കരണത്തിനും ഒപ്പം. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ആചാര്യന്മാരുടെയും വിദഗ്ധരുടെയും അഭിപ്രായം തേടാമെന്ന ഒരു വരി സത്യവാങ്മൂലത്തിൽ ഉള്ളത് ആയുധമാക്കി സർക്കാരിനിതിൽ പങ്കില്ലെന്ന നിലപാടെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഈ വരികൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടില്ല. സർക്കാരിന്റെ വാദം യുവതീ പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ അത് തുല്യതയുടെ ലംഘനം എന്ന് തന്നെയായിരുന്നു. അത് മന്ത്രി P. രാജീവ് എത്ര മറച്ചാലും മറഞ്ഞിരിക്കില്ല. അല്ല, അന്നത്തെ ഞങ്ങളുടെ അഫിഡാവിറ്റ്, അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാ, കോടതി വിധിയല്ല, ഇതൊരു ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി അതെല്ലാം എടുത്തത്. അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. നാം കാണേണ്ടത് യുവതീ പ്രവേശനത്തിനൊപ്പം അല്ല, സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിംഗ് ആണ്. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡറാണെന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെ കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക, ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. നമ്മളപ്പോൾ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തതുകൊണ്ടാണ്. അല്ല, അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഇന്ന് സംപ്രേഷണം ചെയ്യണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളൊരു സ്റ്റാൻഡ് നേരത്തെ എടുത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അല്ല, അതിലിപ്പോ റിവ്യൂ ചെയ്യുന്ന കോടതി. അല്ല, വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നത്. ആ അഫിഡാവിറ്റിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, ഇപ്പൊ ഇന്ന് സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു വക്കീലിനല്ലേ ചുമതലപ്പെടുത്തിയേക്കണേ. ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോ പറയേണ്ട കാര്യം എന്താ? അല്ല, ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വിധിയിൽ? അല്ല, അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. സർക്കാർ സുപ്രീം കോടതിയിൽ പറയാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ അയ്യപ്പ വിശ്വാസത്തിന് മുറിവേൽപ്പിക്കുന്നതാണോ നവോത്ഥാനം മുറുകെ പിടിക്കുന്നതാണോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുക? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് ശ്രദ്ധ തിരിച്ച ഈ സമയത്ത് ശബരിമല വീണ്ടും വിവാദ വിഷയമാകാൻ LDF ആഗ്രഹിക്കുന്നില്ല. സർക്കാരിനൊപ്പമെന്ന പ്രതീതിയുണ്ടാക്കുന്ന SNDPയും തള്ളിപ്പറയാത്ത NSSും യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന നിലപാടിലാണ്. സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോഴും നവോത്ഥാനമല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്ന് SNDPയും മുന്നറിയിപ്പ് നൽകിയത് കാണാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഇത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതിന് പ്രതീക്ഷയുണ്ട് അവരിൽ. ഉറപ്പുകൾ അതല്ല അങ്ങനൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പെന്നല്ല ഞാൻ പറയാം, ഞങ്ങളുടെ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തുടരും, ഈ സാഹചര്യമായിരിക്കും തുടരുന്നതെന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആരോടും ഉറപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല. സ്ത്രീകളെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ സ്ത്രീകളെ കയറ്റുന്നില്ല. ആരാ പറഞ്ഞ അവിടെ സ്ത്രീകളെ കയറ്റുന്നില്ല? സ്ത്രീകളെ കയറ്റുന്നുണ്ടല്ലോ. ഒരു പ്രായപരിധിക്കകത്തുള്ള ആളുകൾ വരരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ സ്ത്രീകളെ അടക്കം അവിടെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറയുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. ആണല്ലോ, അങ്ങനല്ലേ ഇപ്പം സർക്കാർ പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുള്ളത്. കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഇടപെടാൻ പോകുന്നു. ആ ഇടപെടുന്ന ഏത് രീതിയാണെന്ന് ഞങ്ങൾക്ക് നിശ്ചയിക്കാനൊക്കില്ല. അത് രീതി കണ്ടിട്ട് നമ്മളതിനെപ്പറ്റി അഭിപ്രായം പറയാം. ഞങ്ങളായിട്ട് ഒരു നിലപാടിനില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വിഷയം ഇട്ടുകൊടുക്കുക എന്ന തന്ത്രപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. ഞങ്ങൾ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല. നിയമമന്ത്രി P. രാജീവ് ഇതിനായാണ് ഇന്ന് വാർത്താ സമ്മേളനവും വിളിച്ചത്. ഞങ്ങൾ പണ്ടു കൊടുത്ത സത്യവാങ്മൂലത്തിലെ 4ാം ഖണ്ഡികയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെ. സർക്കാരിൻ്റെ മറുപടിയും ഇതായിരിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുടെ അഭിപ്രായ രൂപീകരണം നടത്തുന്നവരുടെയും ഒരു സമിതിയെ രൂപീകരിക്കണം. സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇക്കൂട്ടത്തിൽ ഉണ്ടാവണം. അവരുമായി ചർച്ച നടത്തണം എന്ന ആവശ്യം സുപ്രീം കോടതി പക്ഷേ നേരത്തെ അംഗീകരിച്ചില്ലത്രേ. അപ്പോൾ യുവതീ പ്രവേശനം ആകാമെന്ന് സർക്കാർ പറഞ്ഞതോ? അത് സർക്കാരല്ല, സുപ്രീം കോടതിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് 2 വള്ളത്തിലുള്ള കാൽചവിട്ടലാണ് ഇപ്പോൾ കാണുന്നത്. അന്നത്തെ ഞങ്ങളുടെ
ഞങ്ങളുടെ അഫിഡാവിറ്റ് അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാ? അല്ല, അങ്ങനെയാണെങ്കിൽ കോടതി എന്ത് ചെയ്യണം? ഇതൊക്കെ കോടതി സമയം കളയണോ? നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് ചോദിച്ചാലേ ഇതിലേക്ക് എത്തുള്ളൂ. അവിടെ എല്ലാവരും എത്തിച്ചേർന്നു. ഞങ്ങളുടെ അഫിഡാവിറ്റ് എന്തായിരുന്നു? ഈ പറഞ്ഞ ഭാഗം കഴിഞ്ഞാൽ ഭരണഘടനയുടെ തുല്യതയാണല്ലോ. എന്നാൽ അതിൽ സുപ്രീം കോടതി വളരെ ആധികാരികമായി പറഞ്ഞ ഭാഗം അതാണ്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് 25-26 മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും തുല്യതയെ സംബന്ധിച്ചും ഇത് ഇപ്പുറത്ത് അപ്ലിക്കബിൾ ആണോ? മതവിശ്വാസവും ആചാരവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ, അതോ ആ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണോ? ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടി വരും. അത് ചെറിയ കാര്യമല്ല, കുറച്ച് സമയമെടുക്കും. അതിൽ ഞാൻ പറ വിധി റിവ്യൂവിൽ സ്റ്റേ ചെയ്തിട്ടില്ല, ഞങ്ങൾ അതൊന്നും നിന്നില്ലല്ലോ. അല്ല, അതേ കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ ആന്റിസിപ്പേറ്ററി ബൈ നോയ്സ് സാധാരണ പറയണ പോലെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ വിശാലമായി ബെഞ്ചിന് വിടുന്നു. ആ ബെഞ്ചിൽ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നു. ആ ബെഞ്ച് ഇപ്പൊ മാറിക്കൊണ്ടാണ് ഇപ്പൊ വീണ്ടും വന്നത്. കുറച്ചുപേര് പോയല്ലോ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? ആ ബെഞ്ചിന്റെ ഇത് വരട്ടെ. സുപ്രീം കോടതി വളഞ്ഞു പോയോണ്ടാന്നാ നിങ്ങൾ കാണേണ്ട എന്താ? ഞാൻ ഒറ്റ കാര്യം, സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് ആ ഉത്തരവാണ് പ്രശ്നം ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇത് സുപ്രീം കോടതി, ഞാൻ പറയട്ടെ, സുപ്രീം കോടതി വിധി ഇറക്കി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് വന്നു. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റിവ്യൂ ചെയ്യുമ്പോൾ അടിസ്ഥാന 7 പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ട് റിവ്യൂലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയോറിറ്റി എന്താ? 7 പ്രശ്നങ്ങൾ വെക്കണം. നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി? ഞങ്ങളുടെ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് കോവിഡെടുക്കാൻ, ഒരു പരിസരം സൃഷ്ടിക്കാൻ അപ്പുറത്ത് വേറൊരു പ്രയോറിറ്റി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് പ്രതിപക്ഷ നേതാവ് പറയാനും 1 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാം. 1 മിനിറ്റ് കൊണ്ട് തീരുമാനിച്ചാൽ സുപ്രീം കോടതി അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തീരുമാനമാവുമോ? അല്ല, പുനഃപരിശോധിക്കില്ലേന്ന് ഇപ്പോ? അല്ല, അതല്ലല്ലോ പ്രശ്നം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ അല്ലല്ലോ. ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുക? ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ വാചകമേള പോലെ പറ്റില്ലല്ലോ. ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിൽ ഞങ്ങൾ പറയേണ്ട പ്രശ്നങ്ങൾ എന്താ? ഇപ്പൊ ഞങ്ങളോട് പറയാണ് സുപ്രീം കോടതി, നിങ്ങൾ പ്രവേശനത്തിന് അനുകൂലമോ ഇല്ലയോ? അപ്പൊ ഞങ്ങൾക്ക് പറയും, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളല്ല പറയേണ്ടത്, ഗവൺമെന്റ് അല്ല പറയേണ്ടത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും സാമൂഹിക പരിഷ്കരണത്തിൽ നല്ല റെക്കോർഡുള്ള ആളുകളുമുള്ള ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത്. ഗവൺമെന്റ് അല്ല പറയേണ്ടത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അല്ല, നോക്കട്ടെ, അല്ല ഇതല്ലല്ലോ ഞങ്ങൾ. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ശബരിമല വിഷയത്തിൽ കേന്ദ്രം എന്താണ് ചെയ്യുന്നതെന്ന NSSന്റെ ചോദ്യത്തിന്റെ മുനയൊടിക്കാനായെന്ന് സംസ്ഥാനത്ത് BJPക്ക് ആശ്വസിക്കാം. കാരണം ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സുപ്രീം കോടതി വിധിയെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ എതിർത്തു. വിശ്വാസികൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരെന്ന് വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാതെ ഒളിച്ചോടുകയാണെന്ന വാദം BJP ശക്തമാക്കും. മാർച്ച് 14-നാണ് സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കുവാനുള്ള അവസാന ദിവസം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരാൻ സാധ്യതയുള്ള സമയം. ചിലപ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും തുടങ്ങിയേക്കാം. സ്വാഭാവികമായും ശബരിമല പ്രധാന വിഷയമായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നുവരും. ഒരിക്കൽ നേട്ടമുണ്ടാക്കിക്കൊടുത്ത ശബരിമല യുവതീ പ്രവേശനം അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സുവർണ അവസരമായി UDF കാണുമെന്നുറപ്പ്. സംശയത്തിന് ഇട നൽകാതെ നിലപാട് വ്യക്തമാക്കാനും UDFന് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികളുടെ വികാരം കണക്കിലെടുത്തേ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാവൂ എന്ന് UDF നിലപാട് തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയം കൂടിയാണ്. സർക്കാരിന്റെ യു-ടേണും ഇനി അടുത്ത യു-ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് യു-ടേൺ ചെയ്യും, ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. അപ്പോൾ ഇവർ എന്തും ചെയ്യാൻ കഴിവുള്ളൊരു സർക്കാരാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ CBIന്റെ ഇത് കേസ് എന്തിനു റെഫർ ചെയ്യുന്നില്ല? കാരണം ഇതില് 3 സ്റ്റേറ്റ് ഇൻവോൾവ് ആണ്. കർണാടകയുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്. അത് CBIക്കല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ.
ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അടുത്തിടെയായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ പലതവണ സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞ വർഷം നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ നൽകിയ മറുപടി. 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഒന്നാം പിണറായി സർക്കാർ തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതായത് യുവതീ പ്രവേശനം അനുവദിക്കരുതെന്നായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മൂലം. അതിൽ ഒന്നാം പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ തിരുത്തൽ വരുത്തിയോ എന്ന് ചോദ്യം. തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. അതായത് യുവതീ പ്രവേശനത്തെ എതിർത്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനൊപ്പമാണെന്ന്. എന്നാൽ 2016 നവംബറിൽ പിണറായി സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയെ അറിയിച്ചത് ശബരിമലയിൽ സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്നാണ്. അതായത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന്. സത്യവാങ്മൂലമായിട്ടല്ല ഇക്കാര്യം അറിയിച്ചതെന്ന സാങ്കേതിക കാര്യത്തിൽ ഊന്നിയായിരുന്നു ഈ മറുപടി. അതായത് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന രീതിയിൽ. ഇത്തരത്തിലുള്ള പല ഇരട്ടത്താപ്പുകളും അടുത്തിടെ LDF സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കാട്ടിക്കൂട്ടി. അയ്യപ്പ സംഗമവും ഇതിന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണെന്ന പ്രഖ്യാപനം. ഒരേ സമയം യുവതീ പ്രവേശനത്തെ എതിർത്ത സംഘടനകളെയും അനുകൂലിച്ചവരെയും ഒരുമിച്ച് ചേർക്കാനും സർക്കാരിന് അയ്യപ്പ സംഗമത്തിൽ കഴിഞ്ഞു. അയ്യപ്പ സംഗമം വെറും തട്ടിപ്പാണെന്ന് തെളിഞ്ഞ സമയത്താണ് ഇപ്പോൾ ഇടുത്തി പോലെ സുപ്രീം കോടതിയുടെ വാദം തുടങ്ങുന്നത്.